ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് ഹല്ലേലൂയ ഒരു വചനം വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു: നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. ഹല്ലേലൂയ. റോമർക്ക് എഴുതിയ ലേഖനം 8:18 ഇപ്രകാരം പറയുന്നത്: നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ നാം ദൈവത്തിൻ്റെ തേജസ്സിൽ ഹല്ലേലൂയ ഈ നാളിലായിരിക്കുന്നുവെങ്കിൽ ലോകത്തിലെ കഷ്ടങ്ങൾ നമുക്ക് സാരമില്ലെന്ന് എണ്ണിക്കൊണ്ട് ഈ നാളുകളിൽ നാം മുമ്പോട്ട് വെക്കുന്ന ഓരോ ചുവടുകളും ഓരോ സ്റ്റെപ്പുകൾ ഹല്ലേലൂയ അവൻ്റെ വചനത്തിൻ്റെ മുൻപാകെ ഹല്ലേലൂയായിരിക്കാം. അവന് വേണ്ടി ദേശത്ത് നമുക്ക് അനേകരെ ദൈവത്തിലേക്ക് ആദായപ്പെടുത്തുവാൻ വേണ്ടി ഹല്ലേലൂയ ഈ നാളുകൾ ഉണർന്ന് പ്രകാശിക്കാം. ഹല്ലേലൂയ ഈ നാളുകൾ സകലതും ഛേദമെന്നെണ്ണിക്കൊണ്ട് അവൻ്റെ പരമവിളിയുടെ ലാക്കിലേക്ക് വേണ്ടി നമുക്ക് ഹല്ലേലൂയ ഓട്ടമോടുവാൻ നമുക്ക് താഴ്ത്തി കൊടുക്കുക. ഹല്ലേലൂയ. അമ്മീ സ്വർഗത്തിൻ്റെ കരം ഹല്ലേലൂയ അതിന് വേണ്ടി പ്രവർത്തിക്കുന്നതാകിയാൽ സ്തോത്രം. ഹല്ലേലൂയ. ആമീ ഹല്ലേലൂയ. വിളിച്ചവൻ വിശ്വസ്തനാണല്ലോ, നമ്മെ വഴിയിട്ടിട്ട് പോകുന്ന ദൈവമല്ല. ആമീ സ്തോത്രം. നമുക്ക് ഹല്ലേലൂയ അർഹതയില്ലാത്ത സ്ഥാനത്ത് നമ്മെ ഇത്രത്തോളം നിലനിർത്തി കാത്ത് പരിപാലിച്ച ആ കൃപയ്ക്കായി നമുക്ക് നന്ദി അർപ്പിക്കാം. ഹല്ലേലൂയ. ആമീ സ്തോത്രം. നമ്മൾ വെളിപ്പെടുവാനുള്ള ഹല്ലേലൂയ തേജസ് വിചാരിച്ചാൽ അവൻ്റെ തേജസ്സിൻ്റെ മുൻപാകെ നമുക്ക് ഹല്ലേലൂയ അവൻ്റെ തേജസ്സിന് വേണ്ടി നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് ആ വചനത്തിൽ അടിയുറച്ചുകൊണ്ട് ഹല്ലേലൂയ ഭാരങ്ങൾ പ്രശ്നങ്ങളൊക്കെ കടന്നു വരുമ്പോൾ അതിൻ്റെ മധ്യത്തെ നിലനിർത്തുവാൻ വേണ്ടതായ ഉറപ്പും ധൈര്യവും ബലവും തരുന്ന ദൈവത്തിൻ്റെ മുൻപാകെ നമുക്ക് താഴ്ത്തി കൊടുക്കാം. പ്രശ്നങ്ങൾ കടന്നു വരാം, എന്നാൽ ഹല്ലേലൂയ നമുക്ക് തകർത്ത് ഹല്ലേലൂയ തകർന്നു പോകാനല്ല. ഭാരങ്ങൾ കടന്നു വരാം, പർവ്വത സമാനമായ വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ കടന്നു വരാം, എന്നാൽ അതൊക്കെ ഛേദമെന്നെണ്ണിക്കൊണ്ട് ഹല്ലേലൂയ ആമീ സ്തോത്രം. ആമീ സ്തോത്രം. അവൻ്റെ പരമവിളിയുടെ ഹല്ലേലൂയ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ലോകത്തിലെ കഷ്ടങ്ങൾ നാം സാരമില്ല എന്ന് ഞാൻ എണ്ണും. ഹല്ലേലൂയ. നമ്മൾ ഹല്ലേലൂയ ഈ ലോകത്തിൽ കഷ്ടമുണ്ട്, ഭാരമുണ്ട്, പ്രയാസങ്ങളുണ്ട്, എന്നാൽ നാം ധൈര്യപ്പെടുക. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്തതുണയായിരിക്കുന്ന ആ ദൈവത്തിൻ്റെ പാതവിടെ നമുക്കായിരിക്കാം. നമ്മെ ഓരോ ദിവസവും ഓരോ ദിനവും ഓരോ ഹല്ലേലൂയ സ്തോത്രം നിമിഷവും നമ്മളെ വഴി നടത്തുന്ന ആ കർത്താവിൻ്റെ മുൻപാകെ നമുക്ക് താഴ്ത്തി കൊടുക്കാം. കഷ്ടങ്ങൾ വരുമ്പോൾ, ഭാരങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവത്തിൻ്റെ പാതവിടെ നമുക്ക് നിലനിൽക്കാം. അതിന് വേണ്ടുന്ന ഉറപ്പും ധൈര്യവും മേലും ഒക്കെ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി നൽകേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നാളുകൾ ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനവുമായി നിലനിൽപ്പാനാ അടിയാട്ടി ഈ നാളുകൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നതിന് വേണ്ടി ദൈവത്തോട് നന്ദി അർപ്പിക്കുന്നു. ഹല്ലേലൂയ. സ്വർഗത്തിൻ്റെ സാന്നിധ്യം കൃപയും കൂടെ ഇരിക്കുമാറുന്ന കൃപയ്ക്കായി നന്ദി അർപ്പിക്കുന്ന കർത്താവേ. സ്വർഗം അവിടുന്ന് ഹല്ലേലൂയ ഞങ്ങളുടെയൊക്കെ ഹല്ലേലൂയ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണല്ലോ. ഹല്ലേലൂയ മറുപടി തരുന്ന ദൈവമാണല്ലോ. ഹല്ലേലൂയ. ദൈവം മുൻപാകെ അല്പസമയം ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഇടയാക്കി അതിനുവേണ്ടി നന്ദി അർപ്പിച്ചുകൊണ്ട് വചനം നമ്മൾ ഓരോരുത്തരെ അനുഗ്രഹമാകട്ടെ. ഗോഡ് ബ്ലസ് യു.